അവിടെ 22ഓളം SDP ഗുണ്ടകൾ വന്നിട്ട് ഒരു കൊച്ചി ഇറങ്ങിയ കുത്തിക്കൊല്ലോ എന്തൊരു പൂക്കൃത്തരാണ്. അവൻ ഇഷ്ടമുള്ള പറയണത് എനിക്ക് ഗൗരിയല്ല, എൻ്റെ ഗൗരില്ല, ഞാൻ ഏതാ പോകണം എന്ന് ചെയ്യണമെന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അങ്ങനെ മാറിയ മനസ്സിൻ്റെ ഉടമകളൊന്നും ഇന്ത്യക്കാരല്ല. ഇവരൊക്കെ പോട്ടെന്ന്, പാകിസ്ഥാനിൽ പോയി ജീവിക്കട്ടെ, ആർക്ക് വിരോധം? കേരളത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായിരുന്നു, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിരുന്നു. കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൂടിയാണ് രാഷ്ട്രീയ പ്രവേശനം ആരംഭിക്കുന്നത്. BJPയിൽ എത്തി നിൽക്കുമ്പോൾ എങ്ങനെയാണ് BJPയിൽ എത്താനുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം എന്തായിരുന്നു? ഞാൻ പറയാം. നമസ്കാരം. നമ്മുടെ ABC ന്യൂസിൻ്റെ പ്രേക്ഷകർക്ക് വളരെ സന്തോഷത്തോടെ എല്ലാവിധ നന്മകളും നേരുകയാണ്. എന്നോട് ചോദിച്ച ചോദ്യം വളരെ പ്രസക്തിയുള്ളതെന്ന് സമ്മതിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ രാഷ്ട്രീയം മുഴുവനാണ് ചോദിച്ചത്. അതെല്ലാം പറയണമെങ്കിൽ വളരെയധികം സമയമെടുക്കും. പക്ഷെ ഒരു കാര്യം പറയാം, ഞാൻ ഒരിക്കലും ഒരു MLA ആകണമെന്നോ ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണെന്നോ ചിന്തിച്ചതല്ല. പക്ഷേ ദൈവനിശ്ചയപ്രകാരം എങ്ങനെയോ ഞാൻ വന്നുപെട്ടതാണ്. 79 ഞാൻ കേരള കോൺഗ്രസ് സ്പ്ലിറ്റ് ചെയ്തപ്പോൾ എനിക്ക് TMJ ഒക്കെപ്പം PG ജോസഫുമായിട്ട് നല്ല ബന്ധമായിരുന്നു. പേഴ്സണലാണ്. ജേക്കബിന് അത്രമാത്രം ഇഷ്ടമായിരുന്നു എനിക്ക്. ആ സ്പ്ലിറ്റ് ഉണ്ടായപ്പം ആ സ്പ്ലിറ്റിൽ ജേക്കബും ജോസഫും കൂടെ നിന്നത് ഒരു ഗ്രൂപ്പാണ്. സ്വാഭാവികമായിട്ട് അവരോട് എനിക്ക് സ്നേഹം തോന്നി. ഞാൻ അവരുടെ ഭാഗമായി മാറി. ആ സ്പ്ലിറ്റ് കഴിഞ്ഞ് ഉടനെ തന്നെ ഇലക്ഷൻ വന്നു, നിയമസഭ ഇലക്ഷൻ. അങ്ങനെ വന്നപ്പം പൂഞ്ഞാറ്റി നിൽക്കാൻ ആളില്ല. പല മാന്യമായി ഞാൻ തന്നെ പോയി മാത്തച്ചൻ കുറുനാക്കുന്നിൽ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ക്ഷണിച്ചു. പിന്നെ KP മാത്യു, അരിയാവരിടം, അങ്ങനെ പലരോടും ചോദിക്കുകയും ചെയ്തു. ആരും നിൽക്കാൻ തയ്യാറില്ല. അങ്ങനെ വന്നു. പിന്നെ PJ ആണ് രാത്രി ഒരു ദിവസം 2 മണിയാകുമ്പോൾ 3 മണിയാകുമ്പോൾ വന്നു. എന്നെ വിളിച്ചേൽപ്പിച്ചു. പറഞ്ഞു, ജോറി ഒരു കാര്യം ചെയ്യേ, ജോറി തന്നെ നിൽക്കുക, വേറെ ഒരു മാർഗവും ഇല്ലെന്നു. അങ്ങനെയാണ് ഞാൻ സ്ഥാനാർത്ഥിയായത്. ഞാൻ വലിയ തമാശ, പുള്ളി 3 മണിയെ വിളിച്ചേൽപ്പിച്ച് എനിക്ക് കയ്യിൽ ഞാൻ ഇത് പിടിച്ചെന്ന് തുടങ്ങിയത്. ഞാൻ കയ്യിലിട്ടൊരു രൂപ തന്നു. രൂപ 3000 രൂപയാണ്. ഇത് എൻ്റെ കയ്യിലുള്ളെന്ന് പറഞ്ഞു. 3000 രൂപ ഞാൻ ഇന്ന് 30,000 രൂപ വിലയാണ്. പക്ഷേ അന്ന് 2,10,000 രൂപ ചിലവായി ഇലക്ഷൻ മുഴുവൻ. അപ്പം തന്നെ ഞാൻ പിരിക്കാൻ പോയില്ല, പണം പിരിച്ചില്ല. അതിന് അപ്പൻ സന്തോഷമായിട്ട് കാശ് തന്നുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇലക്ഷൻ നടത്താൻ പറ്റി. ആ ഇലക്ഷന് 4,705 ഭൂരിപക്ഷത്തെ ജയിച്ച മാണി ഗ്രൂപ്പിൻ്റെ VG ജോസഫിനെയാണ് ഞാൻ തോൽപ്പിക്കുന്നത്. ഇലക്ഷൻ ഇത്രയും ഭൂരിപക്ഷത്തിൽ ജയിച്ചിട്ട് 3 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഇലക്ഷൻ. അതാണ് പ്രത്യേകത. നയനാർ സർക്കാർ തകർന്നുണ്ടായ ഇലക്ഷൻ. അത് കഴിഞ്ഞ് വന്നത് അത് കഴിഞ്ഞ് 82 കഴിഞ്ഞ് 87 ഇലക്ഷൻ വന്നു. അന്ന് 10,000 വോട്ട് ജയിച്ചു. എനിക്ക് ചെയ്യാൻ പറ്റുന്നതല്ല. ഞാൻ എൻ്റെ വീട്ടിൽ വരുന്ന ഒരാളുകൾ പോലും ദുഃഖിച്ച് പോകാൻ ഞാൻ നിൽക്കാറ്. എനിക്ക് ചെയ്യാവുന്ന ഉപകാരം എല്ലാം ചെയ്തു കൊടുത്തിട്ടുണ്ട്. കബളിച്ച് വരുന്നവർ ചീത്ത വിളിച്ചിട്ട് കബളിപ്പീരോട് വരുന്നവന്മാരുണ്ട്, അവരെ ഞാൻ തന്തയ്ക്ക് പറഞ്ഞു വിടും. അങ്ങനെ ആയിരുന്നു ഞാൻ. അതെല്ലാവർക്കും അറിയാതെ. അത് കഴിഞ്ഞ് 87 തെരഞ്ഞെടുപ്പ് വന്നപ്പം ഞാൻ ഒരിക്കലും പരാജയപ്പെടുന്ന ഒരു പ്രതീക്ഷ എനിക്കില്ലായിരുന്നു. പക്ഷേ അത് സംഭവിച്ചത് അന്ന് കോൺഗ്രസും മാണി ഗ്രൂപ്പും കൂടെ ഒന്നിച്ചായി. മാണിയും കൂടെ LF ഇട്ട് മുന്നിലോട്ട് വന്നു, UDF. ഇങ്ങനെ ഭീകരമായൊരു കാലുവാരി ചെയ്യണം. ഭീകരമായ കാലുവാരിച്ചെന്ന് പറഞ്ഞാൽ ആയിരിക്കും പ്രതീക്ഷയില്ല. അവർ 1026 വോട്ടിനെയാണ് തോറ്റത്. തോക്കുന്ന ഒരു ദിവസം പറഞ്ഞു കഴിഞ്ഞാൽ ജയിച്ചേനെ. എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ തന്നെ വീഴ്ചതാണ്. അത് കഴിഞ്ഞു ഞാൻ ജയിച്ച MLAയുടെ പുറകെ വഴക്കുണ്ടാക്കാനും ഞാൻ നടന്നത്. അന്ന് പ്രൊഫസർ NN ജോസഫ് ജയിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം മരിച്ചു. ഇപ്പം അല്ല, അദ്ദേഹം ഭയങ്കര ക്ഷീണിതനായിരുന്നു, മരിച്ചതാനും മന്ത്രിയായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ പുറകെ വഴക്കാനൊന്നും പോയി. എൻ്റെ ജോലിയല്ലത്. ഞാൻ എൻ്റെ പൊതു കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കും. ഞാൻ ഓഫീസിൽ പോവും, വരുന്നതോടൊക്കെ നല്ല വാക്ക് പറയും, കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്, ചെയ്യാൻ പറ്റുന്നതൊക്കെ ചെയ്യും. അങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം നടന്നു. 91 NN ജോസഫും നമ്മുടെ മുന്നണിയിലായി. ജോസഫ് പാർലമെൻറ്റിൽ നിൽക്കണമെന്നൊരു വലിയ നിർബന്ധം. അങ്ങനെ ഇടയ്ക്ക് മുട്ടിന് അങ്ങനെയൊക്കെ ഒരു സൂക്കേടാണ് ഈ ജോസഫിന്. അതെന്നാ ചെയ്യാനാണ്? ജോസഫിൻ്റെ സൂക്കേടിൻ്റെ ഭാഗമായിട്ട് പാർലമെൻറ്റിലേക്ക് മത്സരിക്കണം. ആരും കൂട്ടുകാർ ഒറ്റയ്ക്ക് നിന്നു. ഞാനൊക്കെ എത്ര 1000 രൂപ എന്നറിയാം. ഒരു വട്ടം തന്നെ അതിന് മറുപടി പറയാനുണ്ട്. ഏതായാലും മുന്നണി ഇല്ലാത്ത പാർട്ടിയെ ഞങ്ങൾ 91 വന്നപ്പം പിന്നെ NN ജോസഫ് നമ്മുടെ ആ മുന്നണിയിലായി ഞങ്ങൾ. ജോസഫ് ഇലക്ഷൻ ജോസഫിൻ്റെ NN ജോസഫിൻ്റെ സീറ്റാണ്. അപ്പം നമുക്കവിടെ സീറ്റ് ചോദിക്കാൻ പറ്റുകയില്ല. P. ജോസഫിനോട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ജോറി തൊടുപുഴ നിന്നോളാൻ പറഞ്ഞു. ഞാൻ സാധ്യമല്ല.
എൻ്റെ നിയമനം പൂഞ്ഞാർ വിട്ട് ഒരു MLA ആയിരുന്നു, എന്നെ കൊണ്ട് പറ്റുകയില്ല. എനിക്ക് ആത്മാർത്ഥത ഇത്ര ഉണ്ടാവില്ല, അതുകൊണ്ട് ക്ഷമിക്കാൻ പറഞ്ഞ് ഞാൻ മാറി. അത് കഴിഞ്ഞ് 96 വീണ്ടും ഇലക്ഷൻ വന്നു. 96 ഇലക്ഷൻ വന്നപ്പോൾ സ്വാഭാവികമായിട്ട് അന്ന് ജോയി എബ്രഹാം MLA മാണിയും ജോസഫും ഡയറക്റ്റ് ഫൈറ്റായി. അതിന് 10,000 വോട്ടിന് ഞാൻ ജയിച്ചു 96. പിന്നെ 96-ലും 2001-ലും 2006-ലും 2011-ലും 2016-ലും ഒക്കെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. 2016 ആയപ്പോഴേക്കുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ രാഷ്ട്രീയ മുന്നണി ഇല്ലാതായി. എല്ലാവരും ചോദിക്കുക എന്തിനാ മുന്നണി മാറി, ഏത് മുന്നണി ഞാൻ കൊള്ളയാണ്, പിന്നെ ആ കൊള്ളക്കാരൻ കൊടുത്തേക്ക് എന്നെ കൊണ്ട് പറ്റുകയില്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങേണ്ടി വരും. ഞാൻ മാറി. എന്തുകൊണ്ട് മാർഗമല്ല, മാർഗം എന്ത് ചെയ്യും? കച്ചവടത്തിൽ കൂട്ടുന്നതിക്ക് എനിക്ക് പറ്റുകയില്ല. ജോസഫായിട്ടുള്ള തർക്കം അത് തന്നെയാണ്. ഏതായാലും അങ്ങനെ വന്ന് 2016 ആയപ്പം ഞാൻ ഒറ്റയ്ക്കാണ് മത്സരിച്ചത്. ഒറ്റയ്ക്ക് പൂഞ്ഞാലിൽ എനിക്കൊരു ഭൂരിപക്ഷം 28,000 വോട്ടാണ്. 28,000 വോട്ട് ജയിച്ചു. പൂഞ്ഞാലിൽ ഞാനത്തെ എന്നെ നല്ലോണം അറിയാവുന്നു. 2021 എന്നെ തോൽപ്പിച്ചു. അതിൽ എനിക്ക് ഒരു തോറ്റത്തിന് എനിക്ക് ദുഃഖമില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ എന്നെപ്പറ്റി മുസ്ലിം സമുദായത്തിനിടയ്ക്ക് വളരെ മോശമായ പ്രതികരണം ഉണ്ടാക്കി. ഞാനത് മനസ്സിലാക്കിയില്ല. അതാണ് എൻ്റെ കുഴപ്പം. ഞാനാണ് കുറ്റക്കാരൻ. ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞ് ഈരാറ്റുപേട്ട എൻ്റെ മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് ആയിരുന്നു. മുനിസിപ്പാലിറ്റി ആക്കിയത് ഞാനാണ്. ഈരാറ്റുപേട്ടമുള്ള എല്ലാ പൊതുസ്ഥാപനവും ഞാൻ ഉണ്ടാക്കിയതാണ്. പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പോലും തകർന്നു കിടന്ന് കയറി സ്ഥാപനം ഞാൻ ഉണ്ടാക്കി കൊടുത്തതാണ്. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡ് ഞാൻ ഉണ്ടാക്കിയതാണ്. ട്രഷറി ഞാൻ ഉണ്ടാക്കിയതാണ്. ഈരാറ്റുപേട്ട വില്ലേജ് ഇല്ലായിരുന്നു. 4 വില്ലേജ് കിടന്ന സ്ഥലമെല്ലാം ഈരാറ്റുപേട്ട എടുത്ത് വില്ലേജ് ഉണ്ടാക്കി, ട്രഷറി ഉണ്ടാക്കി, കോടതി ഉണ്ടാക്കാത്തൊന്നുമില്ല. പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ ഓഫീസ് ഉണ്ടാക്കി. നേരത്തെ ഈരാറ്റുപേട്ടക്കാരെല്ലാം സർക്കിളിലേക്കാണ് പാലാക്കി കൊണ്ടത്, എല്ലാം പേട്ടയാക്കി. അങ്ങനെ ചെയ്യാൻ കഴിയുന്ന എല്ലാം ചെയ്യുന്നു. അപ്പോൾ എനിക്ക് ഈരായിട്ട് അങ്ങോട്ട് പ്രചരണം വരുന്നൊരു ചിന്ത എനിക്കില്ലായിരുന്നു. വ്യാപകമായ മുസ്ലിം വിരോധം എനിക്കുണ്ടെന്നുള്ള പ്രചരണം അഴിച്ചങ്ങ് കിട്ടും. ഞാൻ ഒരിക്കലും ഈരാറ്റുപേട്ടക്കാരെ ആര് എന്നുള്ള പറഞ്ഞാലും വിശ്വസിക്കില്ലെന്ന് എൻ്റെ മനസ്സിലിരുന്നത്. ഒരു മൗലവി കൂടി കൊടുത്തു. ആ മൗലവിയുടെ പ്രശ്നം ഞാൻ ഈരാറ്റുപേട്ടയ്ക്ക് അപമാനം കൊണ്ട് പറയുന്നില്ല, അത്രയും നാണം കെട്ടണം. ഇപ്പോൾ ആ മൗലവി ഇപ്പോൾ പള്ളിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പിന്നെ അയാളുടെ പേര് പറയുന്നില്ല. അയാളും എൻ്റെ സ്റ്റാഫിലുണ്ടായിരുന്ന ഒരുത്തൻ, അവൻ കൈക്കൂലി മേടിച്ച് ഞാൻ തിരിച്ചു കൊടുപ്പിച്ചതുള്ള അവൻ്റെ പടക്കം, അവനും കൂടെ കൂടിക്കൊണ്ടാണ് ഈ പ്രചരണം നടത്തുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ PC ജോർജിനെ എതിർത്ത അതേ ആളുകളെ തന്നെ തലോടുകയും താലോലിക്കുകയും ചെയ്തതായി ഒരു രാഷ്ട്രീയ ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട്. അല്ല, ഒരു അർത്ഥമില്ല പറയുന്നതിനകത്ത്. കാരണം എന്താണെന്ന് വെച്ചാൽ SDP പറ്റി പറയുന്നത്, അന്ന് SDP ആരംഭകാല പ്രവർത്തനം എന്ന് പറയുമ്പോൾ അവർ എല്ലാ നല്ല കാര്യങ്ങളും മുൻപന്തി വരുന്നവരാണ്. അവരിങ്ങനെ വർഗീയ ഫാസിസ്റ്റുകളാണെന്ന് എനിക്കറിയില്ല. പക്ഷെ അപ്പം അങ്ങ് പറയുന്നത് പിന്നീടുണ്ടായിരുന്ന അവരുടെ നിലപാടുകളാണ്. അത് ക്ലിയറാക്കി തരാം, തെറ്റിദ്ധാരണ വേണ്ട. ഇവർ ഈരാറ്റുപേട്ടയിലുണ്ടാകുന്ന പ്രവർത്തനങ്ങളെല്ലാം നോക്കുമ്പം ഏത് കാര്യം വന്നാലും അവരാണ് മുന്നേ വരുന്നത്. ഏറ്റവും മറ്റ് പൊതുപ്രവർത്തനക്കാർ മുന്നേ ഇവർ വരും, SDP-ക്കാരാണ്. അത് തന്നെയല്ല, അവരെ ഞാൻ ഒരു ചെറിയ അകൽച്ച ഉണ്ടായി. എനിക്കിവിടെ ഈ അവരുടെ പാർട്ടിയിൽ നിന്ന് ഒരാൾ രാജിവെച്ചു, റഷീദ്. അവൻ്റെ കാല് വെട്ടിക്കളഞ്ഞവർ. അത് ഞാൻ പറഞ്ഞു പബ്ലിക് മീറ്റിംഗ് അമൂർക്കവർ പറഞ്ഞു, ഈയനം കാലുവെട്ടുമായിട്ട് ഇറങ്ങിയ നിങ്ങളുമായിട്ട് എനിക്ക് പിന്തുണയില്ല, ബന്ധം കാണുക എന്ന് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ നമ്മുടെ അധ്യാപകൻ ജോസഫ്, അയാൾ ഈ ചമ്മലമറ്റം കണ്ട നാട്ടുകാരനാണ്, അയാളുടെ കൈയും ഒക്കെ വെട്ടിമുറിച്ചു. അത് കെട്ടിമുറിച്ചൊക്കെ പോയപ്പം എനിക്ക് അത്ര വൈരാഗ്യം തോന്നിയില്ല SDP-യോട്. കാരണം അധ്യാപകനോട് എനിക്ക് പരാതി ഉണ്ടായിരുന്നു. കാരണം അയാൾ അമ്മയ്ക്ക് കഞ്ഞി കൊടുക്കാത്തവനാണെന്നൊരു പരാതി എനിക്കുണ്ടായിരുന്നു. ഏതായാലും ആ ബലമായിട്ട് ഇവിടെ വരുത്തി ഞാൻ അമ്മ കൊടുത്തു വിട്ടതാണ്. അതുകൊണ്ട് പക്ഷേ അദ്ദേഹം ഞാൻ ദൈവശക്തിയാന്ന് പറഞ്ഞു. അദ്ദേഹം ഇപ്പോൾ പക്ഷേ BJP-യുടെ അടുത്ത് നിൽക്കുകയാണ്. എവിടെ നിന്ന് എനിക്ക് അവൻ്റെ രാഷ്ട്രീയമൊന്നും പ്രശ്നമില്ലെന്ന്, എഴുത്തൻ്റെ രാഷ്ട്രീയം നോക്കിയല്ല എൻ്റെ ഇടപാട്. ഞാൻ അയാൾ കാണിച്ച് ഞാനിപ്പം BJP-കാരെന്ത് പൂക്കുറത്തും കാണിക്കുന്നത് എന്നെ കിട്ടുകയല്ല. അല്ല, ഞാൻ BJ ജോസഫിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം ഇപ്പം BJP വേദികൾ പങ്കിടാറുണ്ട്. പങ്കിട്ടോട്ടെ, എനിക്കൊരു പേരും അയാൾക്ക് ഏത് പാർട്ടി പോകാൻ സ്വാതന്ത്ര്യമുണ്ട് എന്ന് ഞാൻ ഇടപെടുകയല്ല. അയാൾ ഇവിടെ ഈ ചമ്മനമറ്റംകാരനാണ്. അങ്ങേരെ അമ്മ പരാതിയായിട്ട് വന്നിട്ട് അയാളെ ഇവിടെ വിളിച്ചു വരുത്തി ഞാൻ ബലമായിട്ട് അമ്മയെ കൊടുത്തു വിട്ടതാണ്. അയാൾ കൊണ്ടുപോയാലും ബലമായിട്ടാണ് കൊടുത്തു വിട്ടെ. ആ അമ്മയുടെ സാന്നിധ്യത്തിലാണ് അയാൾക്കിട്ട് ഈ SDP-യുടെ ആക്രമണം. അതുകൊണ്ട് ദൈവശിക്ഷയാണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ കത്തോലിക്കാ സഭ അയാളോട് മര്യാദ കാണിച്ചു. അയാൾ ഈ നബി തിരുമേനിയെപ്പറ്റി എന്തോ ഒരു ചോദ്യം ചോദിച്ചാണ് പ്രശ്നം. അതൊരു വാർത്തയാക്കേണ്ട കാര്യമില്ല. കോളേജിനകത്തോണ്ട് ആർക്കും പരാതിയില്ലായിരുന്നു. അങ്ങനെ ഒരു അയാൾ മനഃപൂർവ്വം ഒരു ആരെ അവഹേളിക്കാൻ ചെയ്തതല്ല. സഭ അതിൽ ഇടപെട്ടിട്ട് അയാളെ സസ്പെൻഡ് ചെയ്യാനും ബഹളം വെക്കാനൊക്കെ ഉണ്ടായി. അങ്ങനെയാണ് ഇത് പുറത്തു വന്നതും അയാൾ ഈ വിട്ടുമടിക്കേണ്ടി വന്നു. അതിനകത്ത്
കത്തോലിക്ക സഭയ്ക്ക് അബദ്ധം പറ്റി ഒരു പക്ഷേ അന്ന് കത്തോലിക്ക സഭ കുറച്ചുകൂടി അദ്ദേഹത്തോട് കരുതൽ കാണിച്ചിരുന്നെങ്കിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവില്ല എൻ്റെ ഉറച്ച അഭിപ്രായം. അങ്ങനെ അത് കഴിഞ്ഞ് എനിക്ക് ഈ SDP ആയിട്ട് തർക്കമാനാണ്. അപ്പം പിന്നെ ഈ SDPയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും പ്രവർത്തനങ്ങൾ വളരെ അപകടകരമായ നിലയിലേക്ക് നിങ്ങൾ വർഗീയ ഫാസിസ്റ്റുകളാണെന്നും ഇന്ത്യയെ വിഘടിപ്പിക്കണമെന്ന് ചിന്തിക്കുന്നവരാണെന്നൊക്കെ മനസ്സിലായി. അങ്ങനെ ഇത് വലിയ മനപ്രയാസത്തിലേക്ക് പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മാരാസ് കോളേജിലെ വേറെ ഒരു ചെറുപ്പക്കാരൻ കോളേജ് പഠിക്കുന്ന കൊച്ചി പയ്യൻ നമ്മുടെ മൂന്നാറുകാരൻ അഭിമന്യു എന്ന് പറയും, പട്ടികജാതിക്കാരൻ, SFI ആണ്. ആ SFIക്കാരൻ ചെറുക്കൻ്റെ പ്രവർത്തനം കൊണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ വിദ്യാർത്ഥി സംഘടനയ്ക്ക് ശക്തിയില്ല. ഇവനെ കൊന്നാലും ശക്തി കൊടുക്കുന്ന ആ മനുഷ്യനെ കൊന്നു. ഒന്ന് ആലോചിക്കണം, അവിടെ 22ഓളം SDP ഗുണ്ടകൾ വന്നിട്ട് ഒരു കൊച്ചി ഇറങ്ങിയ കുത്തിക്കൊല്ലുന്ന എന്തൊരു പൂക്കൃത്തരമാണ്. അത് കഴിഞ്ഞതോടുകൂടി ഇവനുമായിട്ട് ബന്ധം വേണ്ടാന്ന് ഞാൻ പരസ്യ പത്രസമ്മേളനം നടത്തി. SDP ആയിട്ട് ഇനി ബന്ധം വേണ്ടാന്ന് കർശനമായിട്ട് പ്രഖ്യാപിച്ചു. PC ജോർജിൻ്റെ രാഷ്ട്രീയ BJP പ്രവേശനം വന്ന സമയത്ത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെല്ലാം വിമർശന ബുദ്ധിയോടുകൂടി വിമർശിക്കുകയുണ്ടായി. പക്ഷേ അതിൽ നിന്ന് കുറച്ചുകൂടി കടന്നുകൊണ്ട് മീഡിയ വൺ ചാനൽ താങ്കൾക്കെതിരെ കടുത്ത വിമർശനമാണ് നടത്തിയത്. അതിന് പിന്നിൽ എന്തായിരിക്കാം? അവൻ എന്ത് പറയുന്നത്? അതല്ല, അവൻ ഇട്ടുള്ള പറയണത് എനിക്ക് ഗൗരവമില്ല, എൻ്റെ ഗൗരവമില്ല, ഞാൻ ഏതാ പോകണം എന്ന് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുന്നത്. അല്ലാതെ നിങ്ങൾ പറയുന്നതാണോ ഞാൻ നിൽക്കുന്നത്? എനിക്ക് ഗൗരവമില്ല. എനിക്ക് നല്ല ഗൗരവമുണ്ട്. എനിക്ക് വളരെ ശക്തമായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ജനപക്ഷമായിട്ട് പോവുക. ഒരു പരിധി കഴിഞ്ഞ് എനിക്ക് എത്രായിരം രൂപ ഒരു മാസം ചിലവാണെന്നറിയോ? ജാനചാരത്തെ വിമർശിക്കുന്ന തെണ്ടുകളെല്ലാം കൊണ്ടൊന്നും എനിക്ക് തരുന്നുണ്ടോ കാശില്ല? ഇല്ലല്ലോ. ഞാൻ പിന്നെ ഒന്ന് ആരുടെ ഒന്നും അടുത്ത് പിരിക്കാനും പോകുന്നില്ലല്ലോ. പിന്നെ എന്നോട് എന്തിനാണ് പറഞ്ഞത്? ഞാൻ എൻ്റെ കുടുംബത്തിന് സ്വത്ത് ഉപയോഗിച്ച് ഞാൻ രാഷ്ട്രീയം കളിക്കുന്നു. അത് എനിക്ക് സൗകര്യം പോലെ കളിക്കും. ഒരുത്തും എന്നെ പേടിപ്പിക്കണം. എനിക്ക് സൗകര്യം ഉണ്ട്, അവരോട് വോട്ട് ചെയ്താൽ മതി എന്നേ. അത് പൂഞ്ഞാറുകാരോട് ഞാൻ പറഞ്ഞാൽ മതി. ഞാൻ നിൽക്കുന്ന മേഖലയിൽ ജനങ്ങളോട് ഞാൻ ഉത്തരം പറഞ്ഞാൽ പോരെ. അല്ല മീഡിയ വണ്ണോ കൂടിയ വണ്ണോ ഒന്നും എനിക്ക് പ്രശ്നമല്ല. മനസ്സിലായി? പോപ്പുലർ ഫ്രണ്ടിനോടുള്ള പോപ്പുലർ ഫ്രണ്ട് മഹാവൃത്തികെട്ടന്മാരാണ്. ഞാൻ പരസ്യമായിട്ട് പറയുന്നത് വൃത്തികെട്ടവന്മാരാണ്. അവർ രാജ്യത്തെ പീഡിപ്പിക്കാൻ നിൽക്കുന്നവന്മാരാണ്. പാകിസ്ഥാനിൻ്റെ സിന്ദാബാദ് കളിക്കുന്നവന്മാർ. ക്രിക്കറ്റ് കളിക്കുമ്പം ഇന്ത്യയും പാകിസ്ഥാനിലെ ക്രിക്കറ്റ് കളിക്കുമ്പം ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോൾ സിന്ദാബാദ് വിളിക്കുകയും പാകിസ്ഥാൻ്റെ ക്രിക്കറ്റ് പോകുമ്പോൾ അള്ളാഹു നഷ്ടം വന്ന് പറയുകയും ചെയ്യുന്നത്. അങ്ങനെ നാറിയ മനസ്സിൻ്റെ ഉടമകളൊന്നും ഇന്ത്യക്കാരല്ല. ഇവരൊക്കെ പോട്ടെ, പാകിസ്ഥാനിൽ പോയി ജീവിക്കട്ടെ, ആർക്ക് വിരോധം? ഞാൻ ചോദിക്കട്ടെ, ഇവരൊക്കെ ഈ പണി ഇവിടെ നടത്തുക. അറേബ്യൻ രാജ്യത്ത് ഇവന്മാരുടെ പ്രവർത്തനം നടക്കുമോ? ഇവൻ അറേബ്യൻ രാജ്യത്ത് ചെന്നിട്ട് അല്ലെങ്കിൽ മുസ്ലിം രാഷ്ട്രങ്ങളിൽ ചെന്നിട്ട് ഇതുപോലെ ആ രാഷ്ട്രത്തിനായിട്ട് ഇവന് സംസാരിക്കട്ടെ. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യം മതേതര രാജ്യമായതുകൊണ്ടല്ലേ ഈ ഇവിടെ ഊളത്തരവ് നടക്കുന്നത്. ഒരു അറേബ്യൻ രാജ്യത്താണ് നടക്കുമോ? ഇവരൊക്കെ കഴുത്ത് കാണുമോ? ഇവർക്ക് അത് ചിന്തിക്കണം. അതാ ഞാൻ പറഞ്ഞത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.